ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വമുണ്ടാകട്ടെ. ഒരിക്കൽ കൂടി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കിയ കരുണയെ ഒത്ത് സ്തോത്രം ചെയ്യുന്നു. എനിക്ക് വളരെ ബോധ്യമുണ്ട്, നിങ്ങൾ എന്നെക്കാളും അറിവും വിവരവും പ്രബുദ്ധതയുമുള്ള ഒരു സമൂഹത്തിന്റെ മുന്നിൽ ഞാൻ നിൽക്കുന്നു എന്നുള്ള ബോധ്യത്തോടുകൂടി ഞാനിവിടെ നിൽക്കുകയാണ്. എനിക്ക് അതിനുള്ള കഴിവോ അതിനുള്ള അക്ഷര വാക്കുകളുടെ ധാരാളിത്തമോ ഒന്നുമില്ലാത്തൊരു മനുഷ്യനാണ്. എൻ്റെ ഉള്ളവർ കടന്നു വരുന്ന തെറ്റുകളുണ്ടെങ്കിൽ തീർച്ചയായും ക്ഷമിക്കണമേ എന്നപേക്ഷിക്കുന്നു. എന്നാലാവുന്ന വിധം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ദൈവത്തിന്റെ വചനത്തെ പ്രഘോഷിക്കുവാൻ ശ്രമിക്കുകയാണ്. സംഹാരകൻ നിനക്കെതിരെ കയറി വരുന്നു, കോട്ട കാത്തുകൊള്ളുക, വഴി സൂക്ഷിച്ചു നോക്കുക, അരമുറുക്കുക, നിന്നെ തന്നെ നല്ലവണ്ണം ശക്തീകരിക്കുക. നഹൂം പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 1-ാം വാക്യം. മൂന്ന് നോമ്പിന്റെ ശേഷമുള്ള അടുത്ത ദിവസമാണ് നമ്മൾ ഓരോരുത്തരും ഇവിടെ കൂടിയിരിക്കുന്നത്. മൂന്ന് നോമ്പിലൂടെ ദൈവത്തിന്റെ ശക്തിയെയും ബലവും ഒക്കെ ആർജിച്ചെടുക്കുവാൻ തക്കവണ്ണം നമ്മൾ ഓരോരുത്തരും കരുത്ത് നേടി എന്നുള്ള വിശ്വാസത്തിലാണ് നമ്മൾ ഓരോരുത്തരും ഇവിടെ ഇരിക്കുന്നത്. ഒരു ഉത്സവ പിറ്റേന്നിന്റെ അവസ്ഥയിൽ ആണെന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് നിങ്ങൾക്ക് മുമ്പിലുള്ള ഒരു ചോദ്യം, ഈ ഉത്സവ പിറ്റേന്ന് എനിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ്. 3 നോമ്പിന്റെ മഹത്തരമായ ആ 3 ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ ഇവിടെ സന്ധ്യാനമസ്കാരം നടത്തി, വചന ശുശ്രൂഷ നടത്തി, നമ്മൾ ആഹാരങ്ങൾ വെടിഞ്ഞ് ഉപവാസങ്ങൾ നടത്തി, മാംസ ആഹാരങ്ങളൊക്കെ വർജിച്ച് നമ്മൾ ആഹാരത്തിൽ മിതത്വം പാലിച്ചു. ഇതിനൊക്കെ ശേഷം ഈ ഉത്സവ പിറ്റേന്ന് നമുക്ക് എന്ത് സംഭവിച്ചു? നിനവാക്കാർക്ക് സംഭവിച്ചു. അന്ന് 40 ദിവസം അവര് രട്ടിലും വെണ്ണീരിലും ഇരുന്നുകൊണ്ട് ദൈവത്തെ പ്രാർത്ഥിച്ചു, ഉപവസിച്ചു. ദൈവം അവരെ നശിപ്പിക്കാതെ രക്ഷിക്കുകയും. നമുക്ക് അതിന്റെ ഓർമ്മയും ഒക്കെ അനുസ്മരിച്ചു കഴിഞ്ഞ് നമുക്കെന്ത് സംഭവിച്ചു? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉള്ളവർക്കൊരു ക്വസ്റ്റ്യൻ എന്താണ്? ഈ 3 നോമ്പിന് ശേഷം എനിക്ക് നിങ്ങൾക്കും എന്ത് സംഭവിച്ചു? ഞാൻ ഇന്ന് 3 നോമ്പിന്റെ നിനവയെ പറ്റി തന്നെയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അല്പം നിനവയുടെ ചരിത്രത്തിലേക്ക്, എനിക്കറിയാവുന്ന വായിച്ചു അറിഞ്ഞ ചില ചരിത്രത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. പ്രാചീന ലോകത്തിലെ വിഖ്യാതമായ അസീറിയൻ സാമ്രാജ്യത്തിലെ പ്രധാനപ്പെട്ട ഒരു പട്ടണമായിരുന്നു അസൂർ പട്ടണം, അല്ലെങ്കിൽ നിനവ പട്ടണം. ബാബിലോണിന്റെ 250ഓളം കിലോമീറ്റർ വടക്ക് മാറി ടൈഗ്രീസ് നദിയുടെ സമീപത്ത് കിഴക്ക് വശത്ത് ഉള്ള തീരപ്രദേശമാണ് നിനവ പട്ടണം. അമ്പരചുംബികളായ അന്നത്തെ കാലത്തുള്ള രാജകൊട്ടാരങ്ങൾക്ക് സദൃശ്യമായ ബിൽഡിങ്ങുകളും അനേകം വാസ്തുശില്പത്തോടു കൂടിയ ക്ഷേത്രങ്ങളും മനോഹരമായ റോഡുകളും അതിലുപരി നല്ല ഉദ്യാനങ്ങളും ഒക്കെ നിറഞ്ഞ ഒരു സമ്പൽ സമർത്ഥമായ ഒരു പട്ടണമായിരുന്നു നിനവ പട്ടണം. അന്നത്തെ വലിയ സാമ്രാജ്യമായ ബാബിലോൺ സാമ്രാജ്യത്തിന് പോലും കിടപിടിക്കുന്ന തരത്തിലുള്ള സൗന്ദര്യമുള്ള, അല്ലെങ്കിൽ അതുപോലെ ഒരു വലിയ പട്ടണം എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന സ്ഥലം. അതിലുപരി അന്ന് ഏകദേശം 30,000-ത്തിലുപരി കൽഫലകങ്ങൾ അടങ്ങിയ ഒരു വായനശാല ഉൾപ്പെടെയുള്ള ഒരു സമൂഹമായിരുന്നു അവിടെ. ഒരു ഗ്രന്ഥശാല ഉൾപ്പെടെ അതിനെ ശ്രേഷ്ഠമാക്കുന്ന കാര്യമാണിത്. അപ്പൊ അത്രയ്ക്ക് വളരെ മഹത്തരമായ, അന്നത്തെ കാലത്ത് ഇന്നത്തെ ദുബായിയോ
ന്യൂയോർക്ക് സിറ്റിയും ഒക്കെ പോലെ വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന, അത് അന്നത്തെ കാലഘട്ടത്തിലെ ദുബായ് ഒക്കെ ആയിരുന്നായിരിക്കും. അതിലൊക്കെ ഉപരി അവരെ ഏറ്റവും കൂടുതൽ അഭിമാനം കൊണ്ടിരുന്ന മറ്റൊരു കാര്യമുണ്ടായിരുന്നു. ആ നിനവ പട്ടണത്തിന് ചുറ്റും ഒരു കോട്ട കെട്ടപ്പെട്ടിരുന്നു. ചില ചരിത്രകാരന്മാർ സാക്ഷിക്കുന്നത് 100 അടി ഉയരവും 50 അടി വീതിയുള്ള 2 കോട്ടകളാൽ ചുറ്റപ്പെട്ട നിനവ പട്ടണമായിരുന്നു എന്ന് ചില ചരിത്രകാരന്മാർ സാക്ഷിക്കുന്നുണ്ട്. അല്ല, ഒരെണ്ണമേ ഉള്ളായിരുന്നു എന്നും സാക്ഷിക്കുന്നവരുണ്ട്. എങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായ, അല്ലെങ്കിൽ അഭിമാനമല്ല, അവരെ സംരക്ഷിക്കുവാൻ വേണ്ടിയുള്ള ഒരു കോട്ടയുടെ ഉള്ളിലായിരുന്നവർ. അപ്പൊ മറ്റുള്ള അന്നത്തെ കാലത്തെ ഏറ്റവും വലിയ ഭീതി മറ്റു രാജാക്കന്മാർ വന്ന് ആക്രമിച്ച് കീഴ്പ്പെടുത്തി ഇല്ലാതാക്കുക എന്നുള്ളതായിരുന്നു. അപ്പൊ ഈ നിനവ പട്ടണത്തിന് അങ്ങനെ ഒരു ഭീതിയില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവരേറ്റവും സുരക്ഷിതരാണ്. അവർക്ക് മറ്റൊരു ശത്രുക്കളിൽ നിന്ന് ആക്രമിക്കുവാനുള്ള യാതൊരു സാധ്യതകളുമില്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ 100 അടി ഉയരം എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കുന്നതിനപ്പുറം ഇന്നത്തെ കാലത്ത് പോലും അങ്ങനെ ഒരു കോട്ടകൾ നിർമ്മിക്കുവാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ വളരെ പ്രയാസകരമായ കാര്യമാണ്. അപ്പൊ അത്രയേറെ അതിൽ അവർ അഹങ്കരിച്ചിരുന്നു. ആരും തങ്ങളെ ഒന്നും ചെയ്യില്ല എന്നുള്ള ഒരു ചിന്ത അവരുടെ അഹങ്കാരത്തിന്റെയും ദുർനടപ്പിന്റെയും ക്രൂരതയുടെയും സുഖലോലുപതയുടെയും ഒക്കെ അവസ്ഥയിലേക്ക് അവരെ മാറ്റപ്പെട്ടു എന്ന് പറയുന്നു. ചില ഭീതികളൊക്കെ നിലനിൽക്കുകയാണെങ്കിൽ നമ്മൾ കുറച്ച് ഒതുങ്ങി ജീവിക്കാൻ ശ്രമിക്കും, അല്ലേ? എല്ലാം ഉണ്ട്, നമ്മളെ ആരും ഒന്നും ചെയ്യില്ല, ഞാനാണ് കേമൻ എന്നുള്ള ഒരു അവസ്ഥയിൽ ജീവിക്കുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ, അഹങ്കാരങ്ങളും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ നമ്മളോട് ഒന്നിച്ച് ചേർന്നു. ഈ അവസരത്തിലാണ് ദൈവം ഇടപെടുന്നത്, യോനയെ അയക്കുന്നത്. അവരാ യോനയുടെ വാക്കുകൾ കേട്ടു. അതുകൊണ്ട് അവർ 40 ദിവസം ഉപവസിച്ചു. അവര് ആ ദൈവം നശിപ്പിക്കുവാൻ ഉദ്ദേശിച്ചിരുന്ന കാര്യത്തെ മാറ്റിവെക്കുവാൻ തക്കവണ്ണം തയ്യാറാണ്. കാലചക്രങ്ങൾ വീണ്ടും തിരിഞ്ഞു. പല തലമുറകൾ കഴിഞ്ഞു. വീണ്ടും അവരുടെ മുൻ തലമുറയിൽ ഉണ്ടായിരുന്ന ആ തിരിച്ചുവരവ് പതുക്കെ പതുക്കെ അവർക്ക് നഷ്ടമാവുകയാണ്. നിനവയിലെ ജനതയ്ക്ക് പിന്നീട് അതൊക്കെ നഷ്ടമാകുന്നതായിട്ട് കാണും. ഇതിനു മുമ്പും പ്രവാചകന്മാര് നിനവയ്ക്ക് നല്ല ശക്തമായ വാണിങ്ങുകൾ നൽകുന്നുണ്ട്. നുഹൂം പ്രവാചകനും സഫനിയാവും ഒക്കെ വളരെ കൃത്യമായി തന്നെ നിനവയോട് പറയുന്നുണ്ട്, നീ ശ്രദ്ധിക്കുക, നിനക്ക് നാശം അടുത്തിരിക്കുന്നു. ഇങ്ങനെ ഇരുന്ന കാലയളവില് വലിയൊരു ജലപ്രളയം ഉണ്ടായി എന്നാണ് പറയപ്പെടുന്നത്. അവരേറ്റവും ഉറപ്പുണ്ട് എന്ന് വിശ്വസിച്ചിരുന്ന കോട്ട ഏകദേശം 2 കിലോമീറ്ററോളം തകർന്നു വീണു. ശത്രുക്കളെ ഒന്ന് പ്രവേശിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നത് പോലെയായിരുന്നു. മേദ്യരും ബാബിലോണിയരും ഒന്നിച്ചു ചേർന്നുകൊണ്ട് അവർക്കൊരു ഉപരോധം പ്രഖ്യാപിക്കുക. അവർക്ക് ചുറ്റും ഏകദേശം 3-4 മാസം എന്നാണ് പറയുന്നത്. 4 മാസത്തെ ഉപരോധത്തിന് ശേഷം അവര് നിനവ പട്ടണത്തെ ആക്രമിക്കുകയാണ്. പൂർണ്ണമായും നശിപ്പിക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് ആ യുദ്ധം പര്യവസാനിച്ചു. നിനവ ജനത, ആ രാജ്യം തന്നെ പൂർണ്ണമായി ഇല്ലാതായി എന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. പിന്നെ ഈ രാജ്യത്തെ പറ്റി ആർക്കും അറിയത്തില്ലെന്നാ പറയുന്നത്. ലോകത്തിൽ ഇങ്ങനെ ഒരു നഗരം ഉണ്ടായിരുന്നു എന്ന് ആർക്കും അറിയാത്തൊരവസ്ഥയിലേക്ക്, ഒരു മൺകൂമ്പാരമായി മാറുന്ന ഒരവസ്ഥയിലേക്ക് നിനവ പട്ടണം മാറി. 2400ഓളം, ഏകദേശം 2400ഓളം വർഷങ്ങൾക്ക് ശേഷം ആർക്കിയോളജിക്കൽ സർവേ നടത്തിയ സമയത്താണ് പിന്നീട് ഇതിന്റെ അവശിഷ്ടങ്ങളൊക്കെ കണ്ടെത്തുന്നത്. ഈ കോട്ടകൾക്ക് 15 വാതിലുകൾ ഉണ്ടായിരുന്നു. 15 വാതിലുകളോടൊപ്പം അനേകം അസ്ഥികൂടങ്ങൾ, ആയിരക്കണക്കിന് 10,000-കണക്കിന് കുഞ്ഞുങ്ങളുടെയും പ്രായമായവരുടെയും സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ഒക്കെ കൂട്ടത്തോടെ അസ്ഥികൾ ഒന്നിച്ച് കിടക്കുന്ന അവസ്ഥയൊക്കെ കണ്ടു എന്ന് പറയും.
അതിനുശേഷമാണ് പിന്നെ ഇങ്ങനെ ഒരു ജനത ജീവിച്ചിരുന്നു, അതിന്റെ നിരീക്ഷണങ്ങളിലൂടെയൊക്കെയാണ് ഇങ്ങനെ ഒരു ജനത ജീവിച്ചിരുന്നു എന്ന് മനസ്സിലാക്കുവാൻ തന്നെ സാധിച്ചത് എന്ന് പറയുന്നു. ഞാൻ എന്റെ വാക്യത്തിലേക്ക് കടന്നു വരികയാണ്. നുഹു പ്രവാചകന് 3 അധ്യായങ്ങളാണ് നുഹു പ്രവാചകന്റെ പുസ്തകത്തിലുള്ളത്. ഈ 3 അധ്യായത്തിലും നിനവയ്ക്ക് ദൈവം കൊടുക്കുന്ന ന്യായവിധിയെ പറ്റിയാണ് സൂചിപ്പിക്കുന്നത്. ദൈവം നിനവയ്ക്ക് നൽകുവാൻ ഉദ്ദേശിക്കുന്ന ന്യായവിധിയെ പറ്റിയാണ് നുഹു പ്രവാചകന്റെ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നത്. അതിലെ 2-ാം അധ്യായം 1-ാം വാക്യമാണ് ഞാൻ ആദ്യം ഇവിടെ വായിച്ചത്. സംഹാരകൻ നിനക്കെതിരെ കടന്നു വരുന്നു, കോട്ട കാത്തുകൊള്ളുക, വഴി സൂക്ഷിച്ച് നോക്കുക, അരമുറുക്കുവിൻ, നിന്നെ തന്നെ നല്ലവണ്ണം ശക്തീകരിക്കുക. പ്രിയപ്പെട്ടവരെ, സംഹാരകൻ കടന്നു വരുന്നു. അന്ന് നിനവ ജനതയോട് ദൈവം നുഹു പ്രവാചകനിലൂടെ അറിയിച്ചെങ്കിൽ ഇന്നും ആ വാക്യങ്ങൾ എത്രമാത്രം പ്രസക്തമാണ് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. സംഹാരകനായ ദുഷ്ടൻ നമ്മളെയും കാത്ത് ഇരിക്കുന്നു. സംഹാരകനായ ദുഷ്ടൻ പൈശാചിന്റെ രൂപത്തിൽ വൈശാചികമായി നമ്മളെ ആക്രമിക്കുവാൻ തക്കവണ്ണം നമ്മുടെ മുന്നിൽ നിൽപ്പുണ്ട്. നമ്മളും ഒരുങ്ങിയിരിക്കേണ്ടേ. അതിന് 3 കാരണം, അടുത്ത 3 വാക്കുകളാണ്, വാചകങ്ങളാണ് ഞാൻ ഇവിടെ പറയുന്നത്. ഒന്ന് ശ്രദ്ധിക്കുക. കോട്ടകളെ കാത്തുകൊള്ളുക, കോട്ടകളെ കാത്തുകൊള്ളുക. നിനവാ ദേശക്കാരുടെ ശക്തി എന്തായിരുന്നു ചോദിച്ചാൽ ആ കോട്ടകളായിരുന്നു എന്ന് പറയാം. എന്റെയും നിങ്ങളുടെയും ജീവിതത്തില് ഒരു ശത്രുവിന്റെ ആക്രമണം ഉണ്ടായാൽ, ഒരു പൈശാചിക ആക്രമണം ഉണ്ടായാൽ, എന്റെയും നിങ്ങളുടെയും ജീവൻ എടുക്കത്തക്ക ഒരു ആക്രമണം ഉണ്ടായാൽ, എന്ത് സംരക്ഷണമാണ് എനിക്കും നിങ്ങൾക്കും ഇന്ന് ഉള്ളത്? ഒരു ക്രിസ്ത്യാനി എന്ന് നമ്മൾ അഭിമാനിക്കുമ്പോൾ നമുക്കുള്ള സംരക്ഷണം എന്താണ്? നുഹു പ്രവാചകനിലൂടെ ക്രിസ്തു പറയുകയാണ്, നിന്റെ കോട്ടകളെ നീ കാത്തുകൊള്ളുക എന്നുള്ളത്. എനിക്കും നിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്ക് സംരക്ഷണമുണ്ടോ? നമുക്ക് ചുറ്റും കോട്ടകളുണ്ടോ? തീർച്ചയായും ഉണ്ട് പ്രിയപ്പെട്ടവരെ. എനിക്കും നിങ്ങൾക്കും ദൈവം കോട്ടകളെ കെട്ടിയിട്ടുണ്ട്. നമ്മളെ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങിയവരാ നമ്മൾ ഓരോരുത്തരും. ദൈവത്തിന്റെ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങിയ നാം ഓരോരുത്തരും ഇന്ന് പാപത്തിന്റെ ചെളിയിൽ അകപ്പെട്ടപ്പോ ആ സംരക്ഷണം ഇല്ലാതായി പോയതാ. രക്തം കൊണ്ട് ഉള്ള ഒരു കവചം നമ്മുടെ ചുറ്റുമുണ്ട്. അതിനെ ബലപ്പെടുത്തേണ്ട ചുമതലയും നമുക്ക് തന്നെയുണ്ട്. പ്രാർത്ഥന എന്ന കോട്ടയോടുകൂടി നമുക്കതിനെ ബലപ്പെടുത്തുവാൻ തക്കവണ്ണം സാധിക്കും. എന്റെയും നിങ്ങളുടെയും കോട്ട എന്ന് പറയുന്നത് പ്രാർത്ഥനയോടുകൂടി, പ്രാർത്ഥനയുടെ ഒരു കോട്ട എന്റെയും നിങ്ങളുടെയും ചുറ്റുമുണ്ടെങ്കിൽ നമുക്ക് സംരക്ഷണം ലഭിക്കും. അന്ന് നിനവാ ജനതയ്ക്ക് ആ കോട്ടകൾ കൊണ്ട് ലഭിച്ചതിനേക്കാൾ ഉപരി സംരക്ഷണം നമുക്ക് പ്രാർത്ഥന എന്ന കോട്ടകൾ കൊണ്ട് നമുക്ക് ലഭിക്കും. പലപ്പോഴും ഇന്ന് നമുക്ക് നഷ്ടപ്പെടുന്നതും അത് തന്നെയാണ്. നമ്മൾ നാമധേയ ക്രിസ്ത്യാനികളായി മാത്രം മാറിയതോടുകൂടി, നമ്മുടെ പ്രാർത്ഥനകൾ വെറും ആചാരപരമായതോടുകൂടി നമുക്ക് ആ പ്രാർത്ഥനയുടെ സംരക്ഷണം ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഞാനും നിങ്ങളും ഇന്ന് പ്രകടതയുടെ പേരിൽ കടന്നു വന്ന പ്രാർത്ഥനയ്ക്കും ആരാധനകൾക്കും ഒക്കെ സംബന്ധിച്ച് മടങ്ങുന്നവരാണ്. അത് പോരാ പ്രിയപ്പെട്ടവരെ. എനിക്കും നിങ്ങൾക്കും നമ്മുടെ കോട്ടകളെ സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ പ്രാർത്ഥന എന്ന കോട്ട നമ്മളെ വലയം ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മുടെ പ്രാർത്ഥനയുടെ കോട്ട നമുക്കിപ്പോഴും ചുറ്റപ്പെട്ടിരിക്കണം. രക്തത്തിന്റെ ഞാൻ മുമ്പ് സൂചിപ്പിച്ചു, ദൈവം രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങിയ നമ്മൾ ഓരോരുത്തരുടെയും ചുറ്റും ദൈവത്തിന്റെ രക്തമാകുന്ന ഒരു കവചം നമ്മളിലുണ്ട്. ഒരു ദുഷ്ടനും അവന്റെ കണ്ണ് നമ്മുടെ മേൽ പതിക്കാതിരിക്കുവാൻ തക്കവണ്ണം നമ്മളെ മറയ്ക്കുവാൻ കഴിയുന്ന ഒരു കവചം നമ്മുടെ ചുറ്റുമുണ്ട് പ്രിയപ്പെട്ടവരെ. ആ കവചത്തിനുള്ളിലാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടാവണം. ആ കവചം ശക്തമാക്കേണ്ട ചുമതല എന്റെയും നിങ്ങളുടെയുമാണ്.
കണ്ണുനീരോടുകൂടിയുള്ള പ്രാർത്ഥനകള് ആ കവചം നമ്മളെ ശക്തമാക്കും. എന്റെയും നിങ്ങളുടെയും പ്രാർത്ഥനകൾ കൊണ്ട് നമുക്ക് കവചം സൃഷ്ടിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തില് ഒരു ദുഷ്ടനും നമ്മളെ തൊടുവാൻ, ഒരു ദുഷ്ടന്റെയും കണ്ണ് നമ്മുടെ മേൽ പതിക്കാതിരിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കും. നമുക്ക് നഷ്ടമായതും അത് തന്നെയാണ്. ഇവിടെ നിലവാ ജനതയോട് നെഹൂം പ്രവാചകൻ സൂചിപ്പിക്കുന്നത് പോലെ നമ്മുടെ കോട്ടകളെ കാത്തു സൂക്ഷിക്കുക, വഴികളെ അടുത്തതായി അടുത്ത ആ വാക്യത്തിലെ രണ്ടാമത്തെ ഘടകം, വഴികളെ സൂക്ഷിച്ചു നോക്കുക. വഴികളെ സൂക്ഷിച്ചു നോക്കുക. ഒരു സാധാരണ ഒരു കാവൽക്കാരൻ, ഒരു സെക്യൂരിറ്റി ആയിട്ടുള്ള ഒരു മനുഷ്യന് അതിന്റെ ഗേറ്റിന്റെ മുന്നിൽ കാവൽ നിൽക്കുമ്പോൾ തീർച്ചയായും അവന്റെ ശ്രദ്ധ എപ്പോഴും എവിടെയായിരിക്കും? ഗേറ്റും ആ റോഡിലോട്ടായിരിക്കും അവന്റെ ശ്രദ്ധ മുഴുവനും. ഏതെങ്കിലും ആളുകൾ ആക്രമിക്കാൻ വരുന്നുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും നശീകരണത്തിൽ വരുന്നുണ്ടോ എന്നുള്ളൊരു ചിന്ത എപ്പോഴും ആ കാവൽക്കാരനെ ഭരിക്കുന്നുണ്ടാവും. നമ്മൾ ഈ ലോക ജീവിതമാകുന്ന പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ പലതരത്തിലുള്ള പ്രതിയോഗികള് നമ്മളെ പതിയിരിക്കുന്നുണ്ട്. ലോകത്തിൻ്റെതായ മോഹങ്ങള് നമ്മുടെ വഴിയിൽ പതിയിരിക്കുകയാണ്. പല പ്രലോഭനങ്ങൾ നമ്മളെ പ്രലോഭനങ്ങള് വീഴുവാൻ സാധ്യതയുള്ള രീതിയിൽ നമ്മളെ വഴിയിൽ കാത്തു നിൽക്കുന്നുണ്ട്. പല ചതിക്കുഴികള് നമ്മളെ കാത്തു നിൽക്കുന്നുണ്ട്. ലോകത്തിൻ്റെതായ മോഹങ്ങളിൽപ്പെട്ട് നമ്മൾ പലപ്പോഴും അതിന്റെ പുറകെ പോകുന്നവരായി മാറുന്ന ഒരു ലോകത്താണ് ഞാൻ ഇന്ന് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ നിലവക്കാരുമായി ഒട്ടും വ്യത്യസ്തരല്ല. ആ അനുദമിച്ച ആ മുൻ തലമുറയെ മറന്നുകൊണ്ട് പിന്നീട് വന്ന തലമുറകള് ജീവിക്കുന്ന അതേ അവസ്ഥയിലല്ലേ നാം ഓരോരുത്തരും ജീവിക്കുന്നത്? ഇന്ന് ഈ ലോകത്തിന്റെ മോഹത്തില് ലോകമാകുന്ന പാതയിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ പലതരത്തിലുള്ള മോഹങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. നമ്മളെ പിടിക്കപ്പെടുകയാണ്. നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നവരായി മാറുന്നു. അപ്പൊ ദൈവം നമ്മളെ വാൺ ചെയ്യുകയാണ്, വഴികളെ സൂക്ഷിച്ചു നോക്കുക. എന്റെയും നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് ആ വഴികളെ സൂക്ഷിച്ച് നോക്കുക. അതിനനുസരിച്ച് നമ്മൾ പണ്ടുള്ളവരൊക്കെ പറയും, രാത്രിയിലൊക്കെ പോകുമ്പോൾ വഴിയിലൂടെ പോകുമ്പോൾ പറയും, ഇവിടെ നോയിക്കണം, ഏഴജന്തുക്കളൊക്കെ കാണും, അതുകൊണ്ട് ലൈറ്റ് അടിച്ച് അല്ലെങ്കിൽ കാല് ഉറക്കെ ചവിട്ടിക്കൊണ്ട് വേണം പോകാനെന്നൊക്കെ പറയും. എന്ന് പറഞ്ഞതുപോലെ നമ്മളെ പതിയിരിക്കുന്ന പല അപകടങ്ങളും ഇനി ലോകമാകുന്ന പാതയിലുണ്ട്. അതിനെ തരണം ചെയ്യുവാൻ നമ്മൾ വളരെ ശ്രദ്ധാലുക്കളായിരിക്കണം. ഒരു കാവൽക്കാരന്റെ ഉണർവോടുകൂടി നമ്മൾ ലോകത്ത് വീതിയെ ശ്രദ്ധിച്ചേ പറ്റൂ, അല്ലെങ്കിൽ നമ്മൾ അപകടപ്പെടാം. നമ്മൾ പലതരത്തിലുള്ള കെണികളിൽ പെടാം. നമ്മൾ പല തിന്മയിലേക്കും വന്നു ചേരാം. പലതരത്തിലുള്ള ഇന്നത്തെ കാലത്തിലെ ഗാഡ്ജറ്റുകളിലൂടെയും അല്ലെങ്കിൽ പലതരത്തിലുള്ള കെണികളിൽ പെടുത്താൻ ഏറ്റവും എളുപ്പമുള്ള സമയമാണ് ഇപ്പൊ. എനിക്ക് തോന്നുന്നു ആ കാലഘട്ടമാണ് നടന്നു വരുന്നത്. എത്രയും പെട്ടെന്ന് ഫോണിലൂടെ ആണെങ്കിലും അങ്ങനെ പലതരത്തിലുള്ള കെണികളിൽ എത്രയും വളരെ ആധുനികത വരുന്നതനുസരിച്ച് നമ്മളെ പെടുത്തുവാനുള്ള സാധ്യതകളും കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. തീർച്ചയായും നമ്മുടെ വഴികളെ നമ്മൾ സൂക്ഷിക്കുക. മൂന്നാമതായി, അരമുറുക്കുക. അരമറുക്കുക എന്നുള്ളത് നമ്മൾ എപ്പോഴും തയ്യാറാവുക എന്നുള്ളൊരു അർത്ഥമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഒരു ക്രിസ്തീയ ജീവിതം ഒരു യോദ്ധാവിനോട് സമമാണെന്നാണ് പറയുന്നത്, ആകണം എന്നാണ് പറയുന്നത്. ഒരു യോദ്ധാവ് അല്ലെങ്കിൽ ഒരു ഭടൻ ഒരു യുദ്ധമേഖലയിൽ നിൽക്കുമ്പോൾ എപ്പോഴും തയ്യാറായി നിൽക്കുന്ന മനുഷ്യനാണ്. കച്ചകെട്ടി നിൽക്കുന്ന മനുഷ്യനാണ്. കച്ചകെട്ടി ഒരു യുദ്ധത്തിനോ അല്ലെങ്കിൽ ഒരു മത്സരത്തിനൊക്കെ പോകുമ്പോൾ കച്ചകെട്ടി ഇറങ്ങുക എന്നൊക്കെ നമ്മൾ പറയുന്ന അതേ പ്രയോഗമാണ് അരമുറുക്കി കൊള്ളുക. ഒരു പട്ടാളക്കാരനാണെങ്കിലും അവന്റെ വെടിക്കോപ്പുകളൊക്കെ നിറച്ചതിന് ശേഷം അവന്റെ ബെൽറ്റ് ഇട്ട് അവനെ കൃത്യമായി ബന്ധിച്ച് ആ ഒരു ഉറപ്പ് വരുത്തുന്ന ഒരവസ്ഥ. ഒരുങ്ങിയിരിക്കുവാൻ തക്കവണ്ണം നമ്മൾ ശ്രദ്ധിക്കണം. ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം ഒരു യുദ്ധത്തിന് തയ്യാറായി നിൽക്കുന്ന ഭടനോട് തുല്യമാണ്. നമ്മളെപ്പോഴും യുദ്ധം ചെയ്യുവാൻ തയ്യാറായി നിൽക്കണം. പൈശാചിക ബന്ധനങ്ങള് നമ്മളെ ആക്രമിക്കുവാൻ തക്കവണ്ണം തക്കം പാർത്തിരിക്കുകയാണ്. നമ്മുടെ കണ്ണ് തെറ്റിയാൽ നമ്മളിലേക്ക്
അവന്റെ ആക്രമണം നടത്തുവാൻ കാത്തിരിക്കുക. എല്ലാ തരത്തിലുള്ള ആക്രമണങ്ങളെയും ഞാൻ അതിനകത്ത് സൂചിപ്പിക്കും. ഞാൻ പേരെടുത്ത് പറയുവാനോ അതിനൊക്കെ ആഴത്തിലേക്ക് പോകുവാനോ ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ തയ്യാറായിരിക്കുവാൻ തക്കവണ്ണം നമ്മളോട് നഹൂം പ്രവാചകൻ ദൈവത്തിന്റെ കൽപ്പനയെ നമ്മളിലേക്ക് അറിയിക്കുകയാണ്. തയ്യാറായിരിക്കുക, കച്ച കെട്ടിയിരിക്കുക, അരയെ മുറുക്കുക. ഈ നോമ്പുകളും ഉപവാസങ്ങളും ഒക്കെ ആ പൈശാചിക ബന്ധനങ്ങളിൽ നിന്നൊക്കെ വിടുതൽ നേടുവാനുള്ള ഒരു ഒരുക്ക സമയമാണ്. ഈ 3 നോമ്പ് നമ്മളെ സംബന്ധിച്ചുള്ള ഒരുക്കത്തിൻ്റെതായ ഒരു സമയമായിരുന്നു. ഒരു യുദ്ധത്തിന് തയ്യാറായിരിക്കുവാൻ തക്കവണ്ണം, ഒരു ആത്മീയമായ ഒരു യുദ്ധത്തിന് തയ്യാറായി നിൽക്കുവാൻ തക്കവണ്ണം, ആത്മീയമായ ഒരു ശക്തി പ്രാപിച്ചുകൊണ്ട് നമുക്ക് ആ യുദ്ധം നേരിടുവാൻ തക്കവണ്ണമുള്ള ഒരു ബലം ഉണ്ടാക്കിയെടുക്കുന്ന ഒരവസ്ഥ. ഈ 3 കാര്യങ്ങൾ നമ്മൾ പാലിക്കപ്പെടുമ്പോൾ, 4ാമത്തെ കാര്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, നിന്നെ തന്നെ നല്ലവണ്ണം ശക്തീകരിക്കാം. നമ്മളിൽ പല ബലഹീനതകളുണ്ട്, നമ്മളിൽ ചില കുറവുകളുണ്ട്, നമ്മളിൽ ചില ഭയങ്ങളുണ്ട്, നമ്മളിൽ ചില സ്ട്രെസ്സും ടെൻഷനും ഒക്കെ അനുഭവിക്കുന്ന ഒരു കാലമാണ്. നിന്നെ തന്നെ നല്ലവണ്ണം ആത്മീയമായി ശക്തീകരിക്കുവാൻ തക്കവണ്ണം നമ്മളോട് ദൈവം ഉദ്ബോധിപ്പിക്കുകയാണ് നഹൂം പ്രവാചകനിലൂടെ. അല്ലയോ നിനവാ നിവാസികളെ, ശത്രു സംഹാരകൻ നിന്നെ തേടി വരുന്നു. കോട്ടകൾ കെട്ടി പ്രതിരോധിക്കുക, കോട്ടകളെ ഉറപ്പിച്ച് പ്രതിരോധിക്കുക. നിന്റെ വഴിയിൽ നീ സൂക്ഷിച്ചുകൊള്ളുക, നീ അരകൾ മുറുക്കുക, നിന്നെ തന്നെ നല്ലവണ്ണം സ്ഥിരീകരിക്കുക എന്ന് നഹൂം പ്രവാചകൻ മുന്നമേ അവരോട് അറിയിക്കുകയാണ്, വാൺ ചെയ്യുകയാണ്. പക്ഷേ ഇതൊന്നും നിനവാദിവാസികൾ കേട്ടില്ല. അവര് നിത്യനാശത്തിലേക്ക് പോകുന്ന കാഴ്ചയാണ് പിന്നീട് കാണാൻ കഴിയുന്നത്. 40 ദിവസം രട്ടിലും വെണ്ണീരിലുമായി ഉപവസിച്ച് അവരുടെ മുൻഗാമികൾ ആ ശാപത്തിൽ നിന്നും ആ നശീകരണത്തിൽ നിന്നും രക്ഷപ്പെട്ടെങ്കിൽ പിന്നീട് വന്ന തലമുറ നിത്യനാശത്തിലേക്ക് പോകുന്ന കാഴ്ച ഇന്നും നമ്മുടെ മുമ്പിൽ ഇത് പ്രസക്തമാണ്. പ്രിയപ്പെട്ടവരെ, നാം തിരഞ്ഞെടുക്കേണ്ടതായ വഴി നിനവയിലെ മുൻഗാമികളുടെ പോലെ പ്രാർത്ഥനയും നോമ്പുകളും ഉപവാസങ്ങളും അതേ അർത്ഥത്തിൽ ഉൾക്കൊള്ളുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ നിനവയിലെ പിൻതലമുറക്കാരുടെ വിധി തന്നെ നാമും അനുഭവിക്കേണ്ടതായിരുന്നു. നമ്മൾ പലതരത്തിലുള്ള ഊറ്റങ്ങൾ കൊള്ളാറുണ്ട്. ക്രിസ്ത്യാനികൾ എന്ന് പറയുമ്പോൾ ലോകത്തിലെ ഏറ്റവും ജനസംഖ്യ ക്രിസ്ത്യാനികളാണ്. ഏറ്റവും കൂടുതൽ ആതുരാലയങ്ങളുള്ളത് എണ്ണത്തിൽ ക്രിസ്ത്യാനികൾക്കാണെന്നാണ് പറയപ്പെടുന്നത്. അല്ലേ? അങ്ങനല്ലേ സഞ്ജയ്? നമുക്ക് ഏകദേശം ഊഹിക്കുമ്പോൾ നിന്ന് മനസ്സിലാവുന്നതാണ്. ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ളത് ക്രിസ്തവ മേഖലയിലാണെന്നാണ് പറയുന്നത്. ഇപ്പൊ പലതരത്തിലുള്ള ഊറ്റം കൊള്ളുന്ന ഒരവസ്ഥയാണ് നമ്മൾ ഓരോരുത്തരും. വ്യക്തിപരമായിട്ടാണെങ്കിലും നമ്മൾ എന്തെല്ലാം ഊറ്റം കൊള്ളുന്നവരാ. പണത്തില്, നമ്മുടെ ആരോഗ്യത്തില്, നമ്മുടെ സൗന്ദര്യത്തില്, നമ്മുടെ വസ്തുവകകളില്, നമ്മുടെ സുഹൃത്ത് ബന്ധത്തില് അനേക സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർ നമ്മൾ വലിയ ഊറ്റം കൊള്ളുന്നവരാണ്. പക്ഷേ ഇതൊക്കെ വളരെ നിമിഷ നേരം കൊണ്ട് എത്ര ശക്തമായ കോട്ടകളാണെങ്കിലും ദൈവം വിചാരിച്ചാല് ഒരു നിമിഷം കൊണ്ട് തകർക്കുവാൻ സാധിക്കും. പ്രിയപ്പെട്ടവർ, ഇന്നൊരു വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് വൈകിട്ട് കേൾക്കാനിടയായത്. കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ MD അല്ലെങ്കിൽ ചെയർമാൻ CJ റോയി ആത്മഹത്യ ചെയ്തു എന്നുള്ള വാർത്ത. ഏറ്റവും കൂടുതൽ ടിവിയിൽ എപ്പോഴും പരസ്യത്തിലൊക്കെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ കോൺഫിഡൻസ് തരുന്ന ഒരു മനുഷ്യനായിരുന്നു, ഏറ്റവും കൂടുതൽ പോസിറ്റിവിറ്റി തകർന്നുകൊണ്ടിരുന്ന മനുഷ്യനായിരുന്നു. 0 ഡെപ്റ്റ് കമ്പനിയാണ് എന്നുള്ള ആ വാഗ്ദാനങ്ങളൊക്കെ നൽകി പുള്ളി നമ്മളെ പ്രലോഭിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു ED റെയ്ഡ് വന്നപ്പോൾ 3 ദിവസത്തെ ED റെയ്ഡിന് ശേഷം അദ്ദേഹത്തെ സംരക്ഷിക്കാൻ വേണ്ടി കരുതിയിരുന്ന റിവോൾവർ കൊണ്ട് സ്വയം വെടിവെച്ച് മരിക്കുന്നു. സംരക്ഷിക്കേണ്ട ആയുധം അന്ധകനായി മാറുന്നു. ഇത് വളരെ വളരെ ഇന്ന് ഇത് ഞാൻ എടുത്തപ്പോൾ ഈ വൈകിട്ട് ഈ വാർത്തയുടെ കണ്ടപ്പോൾ വളരെ കോയിൻസിഡൻസ് തോന്നി, വളരെ സങ്കടം തോന്നി.
200-ലധികം പ്രോജക്റ്റുകൾ വളരെ വിജയകരമായി അദ്ദേഹം പൂർത്തിയാക്കിയ മനുഷ്യനാണ്. ഇന്ന് ഇന്ത്യയിൽ മാത്രമല്ല, ദുബായില് അങ്ങനെയുള്ള വിദേശങ്ങളിലെല്ലാം അദ്ദേഹത്തിന് വലിയ നിക്ഷേപങ്ങളുണ്ട്. വലിയൊരു സാമ്രാജ്യത്തിന് ഉടമയാണ്. ഇന്ന് ബാംഗ്ലൂരിലാണ് അദ്ദേഹത്തിന്റെ ഓഫീസിൽ ആത്മഹത്യ ചെയ്തു. സ്വന്തം റിവാൾവർ ഉപയോഗിച്ച് ആത്മഹത്യ ചെയ്തു. ഇതാണ് ലോകം. ഞാനും നിങ്ങളും അടങ്ങുന്ന നമ്മൾ എന്തിന്റെ കാര്യത്തിൽ നമുക്ക് അഹങ്കരിക്കുവാൻ കഴിയും? എന്തിന്റെ കാര്യത്തിൽ നമുക്ക് അഹങ്കരിക്കുവാൻ കഴിയും? പ്രിയപ്പെട്ടവരെ, എത്ര നിസ്സാരന്മാരായ മനുഷ്യരാണ് ഞാനും നിങ്ങളും. നമ്മള് നിനവാ നിവാസികൾ കൊടുത്ത ആ വാക്കുകളെ, ആ വചനങ്ങളെ, ആ ന്യായവിധിയെ നമ്മൾ സസൂക്ഷ്മം വീക്ഷിക്കേണ്ടതായിട്ടുണ്ട്. സംഹാരകൻ കടന്നു വരുന്നു. കോട്ടകൾ കാത്തുകൊള്ളേണ്ടതായിട്ടുണ്ട്. പ്രാർത്ഥനയാകുന്ന കോട്ട നമ്മളെ കവചമായി സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. നീ നടക്കുന്ന വഴികളെ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. നീ തയ്യാറായിരിക്കേണ്ടതായിട്ടുണ്ട്. നിന്നെ തന്നെ നല്ലവണ്ണം ബലപ്പെടുത്തേണ്ടതായിട്ടുണ്ട്, ശക്തീകരിക്കേണ്ടതായിട്ടുണ്ട്. ഇന്നിവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തർക്കും ഈ നമ്മുടെ ദൈവം നൽകുന്ന ഈ വാണിംഗുകളെ സ്വീകരിക്കുവാൻ തക്കവണ്ണം അടുത്ത നോമ്പിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മൾ തയ്യാറോടുകൂടി ദൈവത്തിനു വേണ്ടി യുദ്ധം ചെയ്യുന്നവരായി തീരുവാൻ തക്കവണ്ണം, നമ്മളെ ആത്മീയമായി ശക്തീകരിക്കുവാൻ തക്കവണ്ണം നമ്മൾ ഒരുങ്ങേണ്ടതായിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കെല്ലാം അതിന് ഇടയാവട്ടെ. ബലഹീനനായ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. ഇന്ന് ഇങ്ങനെ ഒരു അവസരം തന്ന സെക്രട്ടറിയോടും ട്രസ്റ്റിയോടും മാനേജിംഗ് കമ്മിറ്റിയോടും ഇവിടെ കൂടി എന്നെ ശ്രമിച്ച നിങ്ങൾ എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഒരിക്കൽ കൂടി നിങ്ങളുടെ ഏവരുടെയും പ്രാർത്ഥന എന്നോടൊപ്പം ഉണ്ടാകണമേ എന്ന് അപേക്ഷിക്കുന്നു. ദൈവം നിങ്ങളെല്ലാം